കളിക്കാവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമായി തമിഴ്നാട് പോലീസ് കേരളത്തിൽ. മലയം നെയ്യാറ്റിങ്കര ക്രഷർ യൂണിറ്റ്, ഒറ്റാമരം എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതി അമ്പിളി കുറ്റം സമ്മതിച്ചെങ്കിലും അന്വേഷണം സങ്കീർണത നിറഞ്ഞതെന്നും കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ സമയം വേണ്ടിവരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സുനിഷ അയലൂർ ചേരും വിശദാംശങ്ങളുമായി. സുനിഷ, എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ ഇപ്പോഴും ദുരൂഹത ഒഴിയുന്നില്ല. പ്രതി ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് നൽകുന്ന വിവരം എന്താണ്? ആര്യ, അത് തന്നെയാണ്. പ്രതിയെ പിടിച്ചെങ്കിൽ പോലും കൃത്യമായി അതിലൊരു വ്യക്തത വരാത്തതാണ് വലിയൊരു പ്രശ്നം. നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു, പക്ഷേ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്നതിൽ പൂർണ്ണമായും ഈ മൊഴികളിൽ ഒരു വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി പോലീസ് കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും പറഞ്ഞതുപോലെ പ്രതി ഈ പറയുന്ന അമ്പിളി തന്നെയാണ്. പക്ഷേ അമ്പിളിയെ കൊണ്ട് ഇത് ആരെങ്കിലും ചെയ്യിച്ചതാണോ, ഇതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്തിനു വേണ്ടി ചെയ്തു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഈ അമ്പിളി പറയുന്നത് അമ്പിളിയുടെ അടുത്ത സുഹൃത്താണ് കൊല്ലപ്പെട്ട ദീപു എന്നതാണ്. ഈ ക്രഷർ യൂണിറ്റിലെ തന്നെ ജീവനക്കാരും പറയുന്നത് ഈ അമ്പിളി ഈ ക്രഷർ യൂണിറ്റിന് തൊട്ടടുത്താണ് താമസം. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ക്രഷറിലേക്ക് വരാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടുമില്ല എന്നാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ളൊരു കാരണം? അത് ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ എന്നൊരു സംശയമാണ് നിലവിലുള്ളത്. പക്ഷേ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സുഹൃത്തിനെ കൊലപ്പെടുത്തുമോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം തുടക്കം മുതൽ ആരോപിച്ചിരുന്ന ഗുണ്ടാ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എങ്കിൽ ആ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസ് എത്തുകയും അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കൂടി എത്തുന്നത്. ആര്യ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഇതാണ്, കളിയക്കാവിളയിലെ ഒറ്റാമരം എന്ന് പറയുന്ന ഇടം. ഇവിടെ വെച്ചാണ് ഈ കാർ, അതായത് ഈ കൊല്ലപ്പെട്ട രീതിയിൽ ദീപുവിനെ കാണുന്നത് ഈ ഇടത്ത് വെച്ചാണ്. ഇവിടെയായിരുന്നു കാർ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. രാത്രി ഈ കാർ നിർത്തിയിട്ട് കണ്ടതിന് ശേഷം ഈ നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസ് സംഘമാണ് ഇവിടെ കാർ നിർത്തിയിട്ടതായി കാണുന്നതും പിന്നാലെ തന്നെ ഇറങ്ങി നോക്കുന്നതും. പിന്നാലെയാണ് ഇവിടെ ഈ ഡ്രൈവർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ തന്നെ കഴുത്തറുത്ത രീതിയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നാലെയാണ് പോലീസ് നിലവിലെ CCTV ദൃശ്യങ്ങൾ എടുത്ത് ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ആ CCTVയിൽ ഒരാൾ ഒരു കറുത്ത ബാഗുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാമായിരുന്നു. ആ CCTV ദൃശ്യത്തിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഈ കാറിൽ ആരാണ് കയറിയത് എന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കം. അതിനിടയിലാണ് ഈ കുടുംബം പറയുന്നത് അടക്കമുള്ള മൊഴികളും വരുന്നത്. ഏതായാലും പിന്നാലെ തന്നെ ഈ ഫോൺ കൂടി കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, 10 ലക്ഷം രൂപ. ഒപ്പം തന്നെ ഫോണും കവർച്ച ചെയ്യപ്പെട്ടൊരു പശ്ചാത്തലത്തിൽ ഈ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള അന്വേഷണം നീണ്ടുപോയത്. ഈ അന്വേഷണത്തിലാണ് ഈ പറയുന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതി അമ്പിളിയിലേക്ക് എത്തിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് അമ്പിളിയിലേക്ക് എത്തുന്നത്. നിലവിലേതായാലും അമ്പിളി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വീട്ടുകാർ പറയുന്നത് ദീപു പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത്, അതായത് JCB വാങ്ങാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് എന്നതായിരുന്നു. ഒപ്പം കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടാകുമെന്നതുകൂടി അറിയിച്ചിരുന്നു. ക്രഷർ യൂണിറ്റിലേക്ക് പറയുന്നതും അത് തന്നെയായിരുന്നു, അതായത് JCBയുടെ ആവശ്യത്തിനായി പോവുകയാണ്, ഒപ്പം JCB ഓപ്പറേറ്റർ കൂടി ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ JCB ഓപ്പറേറ്റർ അല്ല ഈ കയറിയിരിക്കുന്ന അമ്പിളി എന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ ദീപു പറഞ്ഞിരുന്ന JCB ഓപ്പറേറ്റർ അത് ആരാണ് എന്നത് കൂടി ഒരു സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന അമ്പിളി ഒരുപാട് 2 കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ 50ഓളം കേസുകളിലെ പ്രതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘം പറയുന്നത് പ്രകാരം ഒരുപക്ഷെ അയാൾക്ക് ഒറ്റയ്ക്ക് കൊല നടത്താൻ കൂടി കഴിയുമെന്നതാണ്. പക്ഷേ ഇവിടെ അത് ഒറ്റയ്ക്ക് തന്നെയാണോ നടത്തിയത് എന്നൊരു സംശയം അത് കൃത്യമായി നിലനിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളുടെ സാന്നിധ്യം കൂടി പറയുന്നത്. ഈ ക്രഷർ യൂണിറ്റിലെ മറ്റ് ജീവനക്കാരോട് പറയുമ്പോൾ പോലും അയാൾ ഒറ്റയ്ക്കത് ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പറയുകയും ചെയ്യുന്നത്. ബലമായി അയാളെ പിടിച്ച് ഒരുപക്ഷെ ഈ നേരത്തെ നമ്മൾ ആ കാറിലെ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. കാറിനകത്തെ രക്തപ്പാടുകൾ തന്നെ കണ്ടതാണ്. കൃത്യമായി ഈ ഡ്രൈവർ സീറ്റിലും തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലും ഒക്കെ തന്നെയും ഈ ചോരപ്പാടുകൾ കൃത്യമായി കാണാം. പുറകെ വശത്ത് സീറ്റിലേക്കും ചില ബ്ലഡ് സ്റ്റെയിനുകൾ കാണാനും കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മറ്റാരുടെയെങ്കിലും പങ്കുകൂടിയുണ്ട്. ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒരാൾ പുറത്തേക്ക് പോകുന്നു, മറ്റൊരു വശത്തുകൂടി മറ്റാരെങ്കിലും പോയിട്ടുണ്ടോ? CCTV ക്യാമറകളിൽ
ആളില്ലാത്ത ഇടത്തുകൂടി ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏതായാലും പോലീസും ശ്രമിക്കുന്നത്. ഈ ആളിലൂടെ എത്തുക, ആ ആ പ്രതികളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമ്പിളിക്ക് പുറമെ അമ്പിളിയെ സഹായിക്കാൻ പാകത്തിന് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അമ്പിളിയെ പിടിച്ചതുകൊണ്ട് തന്നെ ഈ 10 ലക്ഷം രൂപ ഇയാൾ എടുത്തിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ഈ ഫോൺ ഇയാളുടെ കൈവശമുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയും പോലീസ് എത്തുന്നുണ്ട്. ഏതായാലും നിലവിൽ സുനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പണം മാത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ്. ഈ അമ്പിളിയും ഈ ദീപും സുഹൃത്തുക്കളാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോൾ പണം മാത്രമാണോ ഈ കൊലപാതകത്തിന്, അതും അതിക്രൂരമായ കൊലപാതകം, കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതിന് മറ്റുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു കൃത്യം നടത്തുമോ? ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന എന്താണ്, ഇതിന് പിന്നിലെ കൃത്യത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നുള്ളൊരു കാര്യം, അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു സൂചനകളൊന്നും ലഭ്യമാകുന്നില്ലല്ലോ അല്ലേ? നിലവിൽ ആര്യ അത്തരത്തിലുള്ളൊരു സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രതി കുറ്റം സമ്മതിച്ചു എന്നത് മാത്രമാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം വെക്കുമെന്നും അതിനുശേഷം കൃത്യമായ വിവരങ്ങൾ അറിയിക്കുമെന്നുമാണ്. അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില സങ്കീർണതകൾ ഇയാളുടെ മൊഴികളിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ അത് അത്രത്തോളം എളുപ്പമല്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ചില സങ്കീർണതകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിൽ ചില അന്വേഷണങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നെയ്യാറ്റിൻകര, മലയം, ഒപ്പം തന്നെ ഇവിടെയൊക്കെ തന്നെയും തെളിവെടുപ്പ് നടത്തണമെന്നൊരു തീരുമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് കൂടി തെളിവെടുപ്പ് നീട്ടുന്നു എന്നത് മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രധാനമായും നെയ്യാറ്റിൻകര അമരവിള ഭാഗത്തു നിന്നും ഒരാൾ ഈ കാറിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കറുത്ത ബാഗുമായി ഒരാൾ ഈ കാറിലേക്ക് കയറുന്നത്. അങ്ങനെയെങ്കിൽ അയാൾ ആരാണ്? അവിടെ എത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് അമ്പിളിയാണെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്ത് തന്നെ ആ സീനുകൾ റീക്രിയേറ്റ് ചെയ്ത് തന്നെ അന്വേഷണം നടത്തുക എന്നതാണ് അന്വേഷണ സംഘം എത്തുന്നത്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര ആ പ്രദേശത്ത് ഒരു തെളിവെടുപ്പ് നടത്തും. ഒപ്പം തന്നെ ഈ ക്രഷർ യൂണിറ്റിലേക്ക്, ഈ പറഞ്ഞതുപോലെ നേരത്തെ സുഹൃത്തുക്കൾ അടക്കം പറയുന്നത് പ്രകാരമാണെങ്കിൽ അമ്പിളി ഈ ക്രഷർ യൂണിറ്റിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. ഒപ്പം തന്നെ ദീപുവുമായി നല്ല സൗഹൃദത്തിലാണ്, പലപ്പോഴും സംസാരിക്കാറുമുണ്ടായിരുന്നു. ഏതെങ്കിലും ഇടയിൽ ഒരുപക്ഷെ ദീപു കൊലക്കേസുകളിലെയും മോഷണക്കേസിലെയും അടക്കം സ്പിരിറ്റ് കടത്ത് കേസിലെയും ഈ അമ്പിളി ഇത്തരത്തിലുള്ള പല ക്രിമിനൽ കേസുകളിലെയും പ്രതി കൂടിയാണ്. ഇയാൾ ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ JCB വാങ്ങാനായി കോയമ്പത്തൂരിലേക്ക് ദ്വീപ് പോകുന്ന കാര്യം അറിഞ്ഞിരുന്നു, അയാളുടെ പക്കൽ 10 ലക്ഷം രൂപയുണ്ട് എന്ന കാര്യം അറിഞ്ഞിരുന്നു, അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംസാരം ക്രഷർ യൂണിറ്റിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നത് കൂടി നോക്കുന്നുണ്ട്.